അവൾ എന്ത് പ്രാർത്ഥിച്ചു? ഒരു വിവാഹം നടക്കാൻ. വധു ഈ ജാനകി, വരൻ ഈ രാവണൻ. പിന്നെ ഞാൻ എന്ത് ചെയ്യായിരുന്നു? അയാൾ പറയുന്നത് കേട്ടുകൊണ്ട് മിണ്ടാണ്ടിരിക്കണോ? എന്റെ പട്ടി കേട്ടിട്ടിരിക്കുകയുണ്ട്. അതല്ല ഞാൻ പറയാൻ വന്നത്. എന്നാലും നീ അത് പെട്ടെന്ന് ഇങ്ങനെ സംസാരിച്ചപ്പോ ഒരു അന്നാലും ഇല്ല. I will promise you to give a best college for you guys. ഞങ്ങൾക്ക് കോളേജ് വേണ്ടെങ്കിലോ താൻ തന്നെ കണ്ടവർക്ക് പോയി കൊടുക്കുക. ഞങ്ങൾക്കൊന്നും വേണ്ട. ഞങ്ങൾക്ക് ഈ കോളേജ് തന്നെ വേണം. അതെ, ഞങ്ങൾക്ക് ഈ കോളേജ് മതി. ഞങ്ങൾ ഇവിടുന്ന് മാറാൻ ഉദ്ദേശമില്ല. ഞങ്ങൾ ഈ കോളേജ് വിട്ട് പോവില്ല. ഞങ്ങളുണ്ട് ജാനകി സപ്പോർട്ട്. ഇത് ഞങ്ങളുടെ കോളേജാ, ഇവിടുന്ന് പോവാൻ ഉദ്ദേശമില്ല. ഞങ്ങൾ ഇതിനെതിരെ പ്രതിഷേധിക്കും. ഞങ്ങളായിരുന്നു ജാനകി സപ്പോർട്ടാ. ഇനി എന്തെയും ഞങ്ങളൊന്ന് കാണാം. നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്ന കോളേജ് ഇതിലേക്കൊരു 2 ഇരട്ടി നല്ലതാണ്. തിങ്ക് ആൻഡ് സീ. ശരിയായിരിക്കാം, പക്ഷെ ഞങ്ങൾക്കത് വേണ്ടെങ്കിലോ? ഞങ്ങൾക്കിതന്നെ മതി. ഞാനത് നിന്റെ അടുത്തല്ല പറഞ്ഞത്. പക്ഷെ ഞാൻ നിങ്ങളുടെ അടുത്ത് തന്നെയാ പറഞ്ഞത്. ചെവി തുറന്ന് കേട്ടോ. എനിക്ക് നിന്റെ അടുത്ത് സംസാരിക്കേണ്ട ആവശ്യമില്ല. പറഞ്ഞിട്ട് തോന്നുന്നു എനിക്ക് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ മുട്ടി നിൽക്കുകയാണ്. പ്രിൻസിപ്പൽ, ഐ വാണ്ട് ടു ടോക്ക് വിത്ത് യു. അയാളുടെ അടുത്ത് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. അല്ലെങ്കിൽ സംസാരിച്ച് 2 പൊട്ടന്മാരും നമ്മളെ സെറ്റാവുള്ളൂ. കുറച്ച് പേര് കാരണം കൊണ്ട് എൻ്റെ പ്ലാൻ അത് നിർത്താൻ ഞാൻ സമ്മതിക്കില്ല. ശരി ശരി, അതൊക്കെ വിട്. നമുക്ക് വേറെന്തിനെ പറ്റി സംസാരിക്കാം. ഇനി അതിനെ പറ്റി സംസാരിച്ചിട്ട് കാര്യമില്ല. ഞാൻ നിനക്കിത് ഓർഡർ ചെയ്യേണ്ടത് നീ കഴിക്കും. നിന്റെ എല്ലാ ദേഷ്യം പോകും. ഹൈവ സന്തോഷം. ഇപ്പം ഇത് കാണുമ്പോഴൊരു മനസ്സമാധാനമുള്ളത്. എൻ്റെ ടെമ്പർ തെറ്റിയ അവസ്ഥ ഉണ്ടല്ലോ, അതിനൊക്കെ പറഞ്ഞാൽ മനസ്സിലല്ലേ. എനിക്കാണ് തല്ലിക്കൊല്ലേണ്ട ദേഷ്യം. പക്ഷെ ഇപ്പം സമാധാനം. ഇതൊക്കെ കണ്ടാൽ ഞാൻ ജീവിച്ചു പോണു. മോളെ, എനിക്ക് നിന്നെ വർഷങ്ങളായിട്ട് അറിയാം. നിന്റെ ദേഷ്യം കുറയ്ക്കണമെങ്കിൽ ഫുഡ് കൊണ്ടുവന്നാലും ദേഷ്യം കുറയല്ലോ എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. അത് പിന്നെ പക്ഷെ ആ ഗേൾസ് ചെയ്ത പണി ഭയങ്കര മോശമായി പോയിട്ടോ. രാത്രി നമ്മൾ ഉറക്കൊഴിച്ച് ഇരുന്നിട്ട് ഉപദേശിച്ചിട്ട് ആ വെള്ളപ്പാത്തിനെ കണ്ടപ്പോൾ എല്ലാം കൂടി മുട്ടുമുടിക്ക് ഇരുന്നപ്പോൾ എൻ്റെ ദേഷ്യം ഉണ്ടല്ലോ മോളെ. എൻ്റെ ഡൗട്ട് നമ്മുടെ പ്ലാൻ മൊത്തം അവന് പോയി ചോർത്തി കൊടുക്കുന്ന പേടി. നീ ഇല്ല അത് സമാധാനിപ്പിച്ചാൽ മാത്രം പോരാ. അതുള്ള സാധനം എന്ത് വേണമെങ്കിലും ചെയ്യട്ടാ. എടി കൃഷ്ണ, ഒന്ന് എനിക്ക് വേഗം. എനിക്ക് ഇന്നലെ പറഞ്ഞില്ലേ അമ്പലത്തിൽ പോവാന്ന്, ഒരു ഓർമ്മയില്ല. എനിക്ക് വേഗം. എൻ്റെ അനിയത്തി, ഞാൻ ഒറ്റയ്ക്ക് അമ്പലത്തിൽ പോകും കേട്ടോ. കടന്നുറങ്ങിക്കോട്ടെ. ഇന്നലെ രാത്രി ഒരു തുള്ളി ഉറങ്ങിയിട്ടില്ല. എന്താ ഉറക്കം വരുന്ന അറിയണമില്ല. ആ നിദ്രാദേവി ഒന്ന് കനഞ്ഞിട്ട് ഈ രാവിലെ ഒന്ന് കടന്നുറങ്ങി പുലർച്ചയ്ക്ക്. എന്നെ ഒന്ന് ഉറങ്ങാൻ വിടടി. ഗുഡ് നൈറ്റ്. എന്നെ വിളിക്കണ്ട പോ. ഈശ്വര, ഇതെന്തോ ഇനി ഞാൻ ഒറ്റയ്ക്ക് അമ്പലത്തിൽ പോകണ്ടേ. അവളുടെ ഒരു നിദ്രാദേവിൻ്റെ ടൈമിങ്. എൻ്റെ നിദ്രാദേവി മാത്രമേ രാവിലെ വരുള്ളൂ. അവളൊരു നിദ്രാദേവിയും. हम सो रहे हैं चादर में, हम दोनों तन्हा हो ना कोई भी रहे इस घर में. जरा जरा എന്നെ തന്നെ കണ്ടുവെക്കാൻ തോന്നുന്നു. എനിക്ക് വയ്യ, ഒന്ന് പോടുന്നു. ശിവ ഒന്ന് നോക്കേ, ഇങ്ങനെ ശരിയാവും. അല്ല, ഞാൻ മുടി ഇങ്ങനെ വെക്കണോ? സുന്ദരല്ലേ? അല്ല, ഇങ്ങനെ വെക്കാല്ലേ? അത് കുറച്ചും കൂടി ബെറ്റർ. കൈ കുറച്ച് കാണട്ടെ. അതിങ്ങനെ തന്നെ വെക്കാം. അല്ല വേണ്ട, ഇങ്ങനെ തന്നെ വെക്കാല്ലേ? അല്ല ഇങ്ങനെ എങ്ങനെയുണ്ട്? കൊള്ളാലോ. മുടി ഞാൻ ഫ്രണ്ടിൽ ഇടണം. എൻ്റെ അടുത്തൊരു കോച്ച് എന്ന് നോക്കി നിൽക്കാം. ഒരു പാട്ടിട്ട് ഞാൻ കറങ്ങട്ടെ.
ഈശ്വര കറയും കളിക്കുന്ന അവള്. മനുഷ്യന് ഉറക്കം വന്നിട്ട് എഴുതി നീ നന്നായിട്ട് തന്നെ അവള് ഇറങ്ങി പോടി, മനുഷ്യന്റെ ഉറക്കം കളയാണ്ട്. എനിക്കത് തോന്നി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട്. എന്റെ കുട്ടി പോയി ചാച്ചിക്കോ? ആ പിന്നെ ചാച്ചതൊക്കെ ഓക്കെ. ഞാൻ വരുന്ന മുമ്പ് റെഡി ആയില്ലെങ്കിൽ മുട്ടായി തല്ലോടിച്ച് മുല്ലപ്പൂര ഷാപ്പിക്ക് സപ്ലൈക്ക് കൊടുക്കും ഞാൻ. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്, ബൈ. ഓയ് ജന്തുവിനെ കൊണ്ട് മനുഷ്യന്റെ ഉറക്കങ്ങളായിട്ട് ഞാൻ കടക്കട്ടെ ഈശ്വര. എന്റെ ദേവി, എത്ര ദിവസമായി കണ്ടിട്ട്. ഇതാരാണ് ഒരു പുതിയ ഇയാൾക്കെന്താ ഇവിടെ പരിപാടി? ഇയാൾക്കെവിടെ? അമ്പലം പൊതുവഴിയാണല്ലോ. പക്ഷെ ഇയാൾക്ക് പ്രാർത്ഥിക്കോ? ഈ കാലം എങ്ങനെ പ്രാർത്ഥിക്കാൻ വഴിയില്ലല്ലോ. സ്കാനിങ് ചെയ്ത് കഴിഞ്ഞോ? എന്താ സ്കാൻ ചെയ്ത് കഴിഞ്ഞോന്ന്? പിന്നെ നോക്കാൻ പറ്റിയൊരു മോന്ത. അങ്ങോട്ട് പോകും മനുഷ്യടന്ന്. കുട്ടികളെ നിങ്ങൾ ഒരുമിച്ചിട്ടാണ് വന്നത്? അല്ലല്ലല്ല, എനിക്കാണെന്നൊന്നും അറിയില്ല. ഇത് ഏതോ ഒരു വഴിപോക്കാൻ പോകണം. അയാൾക്ക് വേറെ പ്രസാദം കൊടുത്തു. ഞാനൊന്നും എൻ്റെ കൊടുക്കില്ല. എടോ താൻ എന്നെ എന്നോട് നേരൊന്ന് കേട്ടോ. ഇതുപോലെ അറിയില്ല, എനിക്കൊന്നും അറിയില്ല വന്നിരുന്ന നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ ഞാനായിരുന്നു നീ അറിയും. വെറുതെ എൻ്റെ കൈക്ക് പണി ഉണ്ടാക്കല്ലേ മോളെ. കൃഷ്ണ, വാതിൽ തുറക്ക്. എവിടെ പോയി കിടക്കാം കൃഷ്ണ? അതാ വരുന്നു. ചവിട്ടി പൊളിക്കണ്ടടാ. ഞാൻ ആ തുറന്നു. എന്റെ പൊന്നു പട്ടി നിന്റെ സാമദ്രോഹിന് ഞാൻ തല്ലിക്കൊന്ന് കുഴിച്ചു മൂടി പണ്ടാറടങ്ങി അവൻ്റെ അമ്മൂമ്മൻ്റെ ഒരു തേങ്ങ മാങ്ങ ചക്ക തല്ലിക്കൊന്ന് ഞാൻ പുഴുങ്ങും. അവനെ ഞാൻ കുക്കറിലിട്ട് ചവിട്ടി കൂട്ടി ഞാൻ പട്ടി തെന്നിബ്ലഡി ഫുൾ കുരുപ്പേ. എൻ്റെ കൈ കിട്ടേണ്ടല്ലോ. അവനെ വറുത്ത കൂട്ടിയെടുക്കും ഞാൻ. രാവിലെ ചാടിത്തുള്ളി പോയതാണല്ലോ ദേവിനെ കാണാൻ വേണ്ടി. ഇപ്പൊ എന്താ ചവിട്ടിത്തുള്ളി വരണം? ദേവി എന്താ കോപിഷ്ടായോ? ഞാനൊന്ന് പറയണോ? അവന് രാവിലെ ഭയങ്കര ശുഷ്കാന്തിയായിരുന്നല്ലോ ദൈവത്തിനെ കാണാൻ. ഇപ്പൊ എന്ത് പറ്റി? നിന്റെ മുഖം ഇഞ്ചി അടിച്ച കൊരകനെ പോലെ ഉണ്ടല്ലോ. കാണാൻ തന്നെ കോമഡി ആയിട്ട് വരിക. എന്റെ ഈശ്വര, എന്നെ തുറച്ചു നോക്കണ സമയത്ത് കാര്യം എന്താ പറയാ? അവള് മോൻ വീർപ്പിച്ചോണ്ടിരിക്കണേ. എന്ത് പറ്റി നിനക്ക്? അവനില്ല, അവൻ ആ ഗ്രാമവാസി. അവനുണ്ടായിരുന്നു അവിടെ. ആ ലെവൻ, ആ ഒരുത്തൻ. ഏത് ലെവൻ? നീ ശരിക്കും പറ. ആ മണ്ടൻ കുരങ്ങൻ അവൻ. എടി ഏത് നേരെ തെളിച്ചു പറ. മനുഷ്യനൊന്നും മനസ്സിലാവില്ല. എന്റെ പൊന്നു ജാനു, നേരെ തെളിച്ചു പറ. അവൻ ഇവൻ പറഞ്ഞോണ്ടിരുന്ന എനിക്ക് വല്ലതും മനസ്സിലാവോ? അവിടെ എന്താ പറഞ്ഞ ഞാൻ വല്ല കണ്ടോ? ആ കുരങ്ങൻ പട്ടി തെണ്ടി അവൻ. എന്റെ ഐശ്വര്യത്തിന്റെ നേരെ കൊടമേ, കാര്യം പറ. അത് പിന്നെ ഇല്ല, അമ്പലത്തിൽ പോയപ്പോ അവൻ എന്റെ ഇടുപ്പിൽ കയറി പിടിച്ചു. എന്നിട്ടെന്താ കിസടിച്ചോ കെട്ടിപ്പിടിച്ചോ? എങ്ങനെയാ കാര്യം ബാക്കി എടി കുട്ടി പിശാച്, അവന്റെ ദേഷ്യം അത് പിന്നെ സാധാരണ ഇങ്ങനെ ഇടുപ്പ് പിടിച്ച് ഞാൻ കിസ്സടിക്കുന്നതാണല്ലോ നമ്മള് സിനിമയിലൊക്കെ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതൊക്കെ പോട്ടെ. ആരാ വന്നേ? ആരാ നിന്റെ ഇടുപ്പ് പിടിച്ചേ? ആ കുറുമന്റെ മകൻ. കുറുമയാ? അതേതാള്? അയ്യേ, കുറുമയല്ല, സോറി, വർമ്മന്റെ മകൻ. ഓ വർമ്മയോ? അയാളെന്തിനാ നിന്നെ കാണാൻ അവിടേക്ക് വന്നേ? അയാൾ എന്തോ പ്ലാൻ ചെയ്യണ്ടല്ലോ ഈശ്വര. അതാണ് ഇങ്ങനെയൊക്കെ കാണിക്കണം. നീ ബാക്കി കാര്യം പറ, വേഗം പറ. അവൻ അമ്പലത്തിക്കാ വന്നു. പക്ഷെ അവൻ എന്റെ ഇടുപ്പിൽ കയറി പിടിച്ച് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്ത് എന്നെ ഭീഷണിപ്പെടുത്തി. ബ്ലഡി ഫുൾ ഗ്രാമവാസി. നോങ്ങല്ലേ കൊച്ചെ. അവൻ എന്തായാലും നിന്റെ ഇടുപ്പ് കയറി പിടിച്ചാൽ നമുക്കൊരു പണി എന്തായാലും കൊടുക്കണം. എന്തായാലും അതിനുള്ള സമയം നന്നായി ഒത്തുവരികയും ചെയ്യും.
അതെ അതെ, അവൻ എനിക്ക് 8 പണി എനിക്ക് 16 പണി. അതൊക്കെ പോട്ടെ, നീ ഈ അനാർക്കലിയല്ലേ ഇടാൻ പോണെ? നീ ഇട്ട് പോയിട്ട് ഞാനും എടുത്തിട്ട് എങ്ങനെയുണ്ട്? നിന്റെ സെയിം കളർ കിട്ടിയില്ല, പക്ഷെ ഡാർക്ക് പർപ്പിൾ മെജന്ത മിക്സിലുള്ള കളറിൽ കിട്ടി. നമുക്ക് സെയിം ആയിട്ട് ഇട്ടിട്ട് മാച്ചിങ് ആയിട്ട് ഇട്ടിട്ട് കോളേജിൽ പോയി. എങ്ങനെയുണ്ട്? സൂപ്പർ ആയിരിക്കും കാണാൻ. അത് വേണ്ട, ഈ ഡ്രസ് അതാണ് എനിക്ക് ഇടാൻ പറ്റാത്ത. ഇന്ന് രാവിലെ കണ്ണാടിയുടെ ഉള്ളിൽ കറയും നോക്കണ്ടായിരുന്നല്ലോ, ഇപ്പൊ എന്ത് പറ്റി? ഡ്രസ് ഇട്ടിട്ട് പോയിട്ട് ഉള്ള മൂഡ് മൊത്തം പോയി. എനിക്കൊന്നും ഈ ഡ്രസ് ഇടാം, ഞാൻ മാറാൻ പോവാ, എനിക്ക് വയ്യ. ഈ ഇതുവരെ എന്തോ പറഞ്ഞു വന്നിട്ട് നീ എന്താ അനാർക്കലി ഇടാതെ? നീക്ക് ഇഷ്ടപ്പെട്ടു, നീക്കുന്ന രാവിലെ കറയും നോക്കി വന്നിട്ട് ഞാനേ എടുത്തിട്ടെ. ഇപ്പൊ മാറ്റാനൊന്നും പറ്റില്ല, ഇത് ഇട്ടിട്ട് പോയാൽ മതി കോളേജിലേക്ക്. എനിക്കൊന്നും വയ്യ, ഞാൻ വിളിക്കാം. ചാറ് വെറുതെ പിടിവാശി കാണിക്കില്ല, ഇത് മതി, ഞാൻ പറയണ്ടല്ലോ. ഇല്ല വേണ്ട, ചാറ് പിടിവാശി കാണിക്കല്ലേ. ഇപ്പൊ തന്നെ ലേറ്റ് ആയി നിന്റെ അമ്പലപ്പോക്ക് കാരണം. ഇപ്പൊ നമ്മൾ സംസാരിച്ചിട്ട് എത്ര ടൈം ആയാലും 10 ക്ലാസ് കഴിഞ്ഞു, നമുക്ക് ടൈം ആയടാ. ഇതെന്തൊരു കഷ്ടം. ശരി, ഞാൻ ഇതന്നെ ഇട്ടിട്ട് വരാം. ചക്കരമുത്ത്, വെരി ഗുഡ്. ഇങ്ങനെ വേണം നല്ല കുട്ടിയാണ്. നമുക്ക് ഇനി ടൈമായി, വാ പോവാ. ഈ ലേറ്റ് നമ്മൾ കോളേജ് കഴിഞ്ഞിട്ടുമായിരിക്കും കോളേജിലേക്ക് എത്തുക. ശരി, എന്നാ നമുക്ക് വേഗം പോവാ. എന്നാ ശരി, വാ. ഇന്ന് ഞാൻ വണ്ടി എടുക്കാം. ഇന്ന് നീ വണ്ടി എടുത്താൽ ഈ കോളേജ് നമ്മൾ ഈ നൂറ്റാണ്ട് എന്തായാലും എത്താൻ പോണില്ല. അങ്ങനെ നീ എന്നെ കുറ്റപ്പെടുത്തുന്ന, ഞാനൊക്കെ ബെസ്റ്റ് ഡ്രൈവറാ. അതൊക്കെ സത്യം തന്നെയായിരിക്കും, പക്ഷെ നിന്നെ ചൊറിയുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദം അത് വേറെ എവിടെയും കിട്ടാല്ല. എടിപ്പൊയില്ലേ ഗ്രാമവാസി? അന്ന് ശരി, അങ്ങനെ നമ്മൾ കോളേജ് എത്തി. ഇനി ഞാൻ വേണം പോവാൻ. നടക്കട്ടെ, നമുക്ക് വേഗം പോവാം. കോളേജ് ക്ലാസ് കയറി അറ്റൻഡൻസ് എടുത്തിട്ട് എന്നിട്ട് ക്യാൻറ്റീൻ പോയിരിക്കാം. പറ്റില്ല, പഴംപൊരി ഫസ്റ്റ്. എടി ഞാൻ ഓടാതെ ഞാനും വരും, നിക്ക്. അയ്യോ പടച്ചോനെ, തരുൺ. ഇവരെന്താ നിന്ന് ഒരു സഡൻ ബ്രേക്ക് ഇട്ട മാതിരി? എടി ജാനു, എന്ത് പറ്റി? നീ പെട്ടെന്ന് സഡൻ ബ്രേക്ക് പോലെ ഇട്ട്. എന്താ നീ നോക്കിക്കൊണ്ടിരിക്കണേ? ഇതേതാ സാധനം? അവിടേക്കൊന്നും അല്ല, ഇതാ തരുണല്ലേ? നീ എന്തിനാ അവനെ കണ്ടിട്ട് പേടിക്കണേ? ഇപ്പൊ അവനെന്നെ ചോദിക്കും, നീ അത് ഇതെന്നൊക്കെ പറയും. അതൊന്നും എനിക്ക് നീ ഒന്ന് മാനേജ് ചെയ്താൽ മതി. അതിപ്പോ ഒരു നോ കഴിഞ്ഞാൽ കഴിയുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ജാനു, നിനക്ക് വല്ല ഉദ്ദേശമുണ്ടോ അവനോട് എസ് പറയാനോ കമ്മലോട് ആവണോ? എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ നീ. എനിക്ക് വല്ല തലയിൽ വല്ല ഓളം ഉണ്ടോ? അതല്ല, ഞാൻ അവൻ്റെ അടുത്ത് മുമ്പ് പറഞ്ഞതാ. പക്ഷെ അവനെന്നെ ബ്ലാക്ക് മെയിൽ ചെയ്ത് അവൻ പറഞ്ഞ എസ് മാത്രം പറയാൻ പറ്റുള്ളൂ. ഇത് പൊന്നു ജാൻ, ഇവന്റെ കവളിലൊക്കെ 4 പൊട്ടിച്ചാലേ ശരിയുള്ളൂ. എനിക്കൊക്കെ അവന്റെ വാരയിലൊക്കെ ചവിട്ടി മൃദംഗം കളിക്കാനാണ് തോന്നുന്നത്. ഇവനെന്തല്ലോ, ഇവന്റെ അടുത്ത് പാട്ട് കാര്യമില്ല, ഞാൻ തന്നെ പോയി ചെയ്യാം. ഇവനെ വെച്ചേക്കില്ലേ? അവന്റെ ഉദ്ദേശം എന്താണ്? വേണ്ട, നമുക്ക് ഒളിയാകുമ്പോ വിടാതാ നല്ലത്. അത് നമുക്ക് പ്രശ്നമില്ല. എന്റെ ജാനുവിന്റെ കൈ തറച്ചിട്ട് പോയാൽ ഞാൻ അവനെ കൊടുത്തിട്ടേ ബാക്കിയുള്ളൂ. ഇപ്പൊ തറയ്ക്കും വേണ്ട, അറയ്ക്കും വേണ്ട. ഇപ്പൊ മാനേജ് ചെയ്താൽ മതി. അതാ നിനക്ക് നമ്മൾക്ക് എല്ലാവർക്കും നല്ലത്. ഓക്കെ, ഞാൻ അതിൽ കൂടെ ഓടിക്കണം. ഓക്കെ, ഈ സാധനം കൊണ്ട് ഞാൻ അലവലായത് ഞാൻ ഡീൽ ചെയ്യണല്ലോ. ഹായ്, എങ്ങനെയുണ്ട്? സുഖല്ലേ? ജാനു തന്റെ ഫ്രണ്ടല്ലേ? ജാനോ, ഞങ്ങൾ ഒരു അടിയല്ലോ, ഞാൻ കണ്ടില്ല. നിങ്ങൾ കട്ട ദോസ്തല്ലേ, പിന്നെ അടിയാവാനാ? ഇന്ന് രാവിലെ ഞാൻ അവളെ പൊരിഞ്ഞടിയെ, പിന്നെ ഞങ്ങൾ അങ്ങോട്ട് മിണ്ടിയിട്ടില്ല. നിങ്ങൾ അടിയാനുള്ള കാരണം? അതൊരു അനാർക്കലിയുടെ കാര്യാ. അതിപ്പോ ഞങ്ങൾ അടിയെ പൊട്ടി പൂരെ, പിന്നെ ഞാൻ അവളെ അങ്ങോട്ട് കണ്ടിട്ടില്ല. എന്നാ ശരി, ഞാനെന്നാ പോട്ടെ, എനിക്ക് സമയമായി. ബൈ. എന്റെ തല, ഇതേതാ തൂണ് പുതിയത്? ഞാൻ മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ഓഹോ, ഇത് തൂണല്ലേ, ഇത് വാഴയാണല്ലോ അല്ലേ? താൻ എന്തുദ്ദേശിച്ചാ നടക്കണേ? എന്നെ കൊല്ലാനോ? അധികം വെളിച്ചെടുക്കല്ലേ. അല്ല, തനിക്കിവിടെ എന്താ പരിപാടി? This is my property. എങ്ങനെ? എന്താ മോൻ പറഞ്ഞു? ഇത് എൻ്റെ കോളേജ്, ഞാനിവിടെ പഠിക്കും, കളിക്കും, പറ്റും. ഞാൻ നഴ്സറി വരെ തുടങ്ങും ഇവിടെ. അതിന് വല്ല ഹെൽപ്പ് വേണമെങ്കിൽ എൻ്റെ അടുത്ത് വെച്ചു, ഞാൻ ചെയ്തു തരാം. ഞാൻ ഇറങ്ങിപ്പോടോ. जाने प्यार मेरा मैं करूं इंतजार. அழகா முத்தத்தில் மரச கொளுத்தவா சிக்குற உதட்ட சுளிக்க
வேற சாட்டக்குன்னு திமிர அடக்கவா சிரிக்கு சிரிப்பில் உருக